ചത്തലി കുടാ ചത്തലി കുടാ ചത്തലി കുടാ ചത്തലി കുടാ ചത്തലി കുടാ ചത്തലി. എടി ചത്തലി അല്ല കൊട. ചത്തരി കുട. അതെനിക്കറിയാ ചത്തരിയാണ് കൂടെയെന്നൊക്കെ എനിക്കറിയാം. ഇതിങ്ങനെ പഠിച്ചാലേ എന്റെ തലയിൽ കയറത്തുള്ളൂ. ഞാൻ എന്താ ചെയ്യാനും? അയ്യോ അങ്ങനെ പറയാന്ന് വേണ്ട, വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിക്കണം കേട്ടാ. നിനക്ക് പണിയൊന്നുമില്ലേ? നീ അകത്ത് വരുന്ന് പഠിച്ചേ. ഞാനെല്ലാം പഠിച്ചാൽ കഴിഞ്ഞു. അച്ഛൻ അടുക്കള പണിയൊന്നുമില്ലേ? ശരിയാടാ, അടുക്കളയിൽ പണിയുണ്ട് അമ്മ പറഞ്ഞായിരുന്നു. അയ്യോ ഞാൻ മറന്നുപോയി. ദൈവമേ, ഇന്നത്തെ കാര്യം തീരുമാനമായി. എങ്ങോട്ട് പോണു? തേങ്ങ ചിരണ്ടാൻ. തേങ്ങക്ക് ചെടി ഞാൻ കറി വെച്ച്. അയ്യോ സോറി, വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടാ? അയ്യോ വേറെ എന്ത് ചെയ്യാനാ, ടാങ്കിലെങ്കിലും വെള്ളമൊന്നും ഇല്ല. 3-4 ദിവസത്തേക്ക് ജപ്പാൻ വെള്ളം ഇല്ലെന്ന് അറിഞ്ഞത്. ഉണ്ടായിരുന്ന മോട്ടറാണ് കത്തിയും പോയി. അയ്യോ ഇനിയിപ്പോ എന്നാ ചെയ്യും? ആ മോട്ടർ കത്തിപ്പോയപ്പോഴേ ഞാൻ പറഞ്ഞതാണ് അത് ആവശ്യം വരും, ഒരെണ്ണം മേടിച്ചു വെക്കുന്നു. കേട്ടില്ലല്ലോ, അതിനൊന്നും സമയമില്ലല്ലോ. പോയി കുറച്ച് മിനറൽ വാട്ടർ അങ്ങനെ മേടിച്ചിട്ട് അപ്പൊ എന്തെങ്കിലും ചെയ്യണ്ടേ. പിന്നെ മിനറൽ വാട്ടർ വാങ്ങിക്കാൻ പോകുമ്പോഴത്തേക്ക് സാൻഡ് പേപ്പറും കൂടി വാങ്ങിച്ചല്ലോ. സാൻഡ് പേപ്പർ എന്തിനാണ്? എന്റെ ഏട്ടാ പിള്ളേർക്ക് എങ്ങനെ കക്കൂസി പോണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? കക്കൂസിൽ പോണേന് എന്തിനാണ് സാൻഡ് പേപ്പർ? ഇംഗ്ലീഷുകാരൊക്കെ സാൻഡ് പേപ്പർ കൊണ്ട് തുടക്കിയല്ലേ ചെയ്യണത്. ഇരുമ്പിലെ തുരുമ്പ് ഉരച്ച് കളയണ സാധനമാണ്. ഉരച്ച് തുടക്കാത്ത കുഴപ്പമേ ഉള്ളൂ. പൊന്നു ദൈവമേ, ഞാൻ പറ്റിച്ചേ. എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഏട്ടൻ അറിയാവോ ഇല്ലയോ എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ നമ്പർ ഇട്ടതാണെന്ന്. അത് തന്നെ ആ പേപ്പർ, ബാത്റൂമിൽ കൊണ്ടുപോണ പേപ്പറല്ലേ, ആ പേപ്പർ വാങ്ങിച്ചു. ബോധം വെക്കണോ ഇല്ല, അവള് നടക്കണം. ഇവിടെയൊക്കെ കെട്ടി എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ആടാ മേടിച്ചെന്നെ വരാം. പിന്നെ പ്രിയത്തിൽ പോസ്റ്റ് ചെയ്തായിരുന്നാ? ദൈവമേ, ഞാൻ മറന്നുപോയി. ഫോട്ടോ എടുത്തതാണ് ഏട്ടാ, ഒന്നും എടുത്തുമില്ല. ഓ ഇപ്പൊ തന്നെ ചെയ്തേക്കാം. ഫോണിലൊക്കെ ഓരോ ഉടായ്പുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളിതൊന്നും കണ്ടിട്ടില്ല ഇതുവരെ. തേടിയ വെള്ളി കാലിൽ ചുറ്റി എനിക്ക് കിട്ടിയൊരു സുന്ദരി. അതെ മാം, 450 രൂപയാണ്. ഓക്കെ. ഗൂഗിൾ പേ ചെയ്തിട്ടേ വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് ഇട്ടാൽ മതി. ഓക്കെ എന്നാൽ ഓക്കെ. അടുത്ത ആൾ വിളിക്കുന്നുണ്ടല്ലോ. ഹലോ ഹലോ, ഞാനേ ഈ ഫോണിലൊരു ഫോട്ടോ കണ്ടിട്ട് വിളിച്ചതാണ്. ഓക്കെ ഓക്കെ, അത് ഇഷ്ടപ്പെട്ടോ? സംഭവം കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ട്. എങ്ങനെയാണ് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇതിൻ്റെ റേറ്റ് നമുക്ക് 450 രൂപയാണേ. അയ്യോ, 4500 അല്ലല്ലേ പറഞ്ഞത്? അല്ല സാർ, 450 രൂപയുള്ളൂ. അത് വേറെ സ്ഥലങ്ങളിലൊക്കെ അത്ര റേറ്റ് ഉണ്ടാവും, നമുക്ക് അത്രയും റേറ്റ് ഒന്നും ഇല്ല. റേറ്റ് കുറച്ച് നമ്മൾ കൊടുക്കുന്നത്. വേറെയും ഫോട്ടോസ് അവൈലബിൾ ആണ് കേട്ടോ സാർ. നമ്മുടെ കാറ്റലോഗിലൊന്ന് നോക്കിയാൽ മതി. വാട്സപ്പ് നമ്പറില്ലേ, ഈ നമ്പറിൽ കാറ്റലോഗിലൊന്ന് നോക്കിയാൽ മതി. വേറെ ഒരുപാട് ഫോട്ടോസ് ഉണ്ട്, അതിലിഷ്ടമുള്ളത് സെലക്ട് ചെയ്യാമല്ലോ. അല്ല സാർ, 450. അതിന് 450 എന്നല്ല, പലതിനും പല റേറ്റ് ആയിരിക്കും. 2000 രൂപ വരെ ഉള്ളതൊക്കെ ഉണ്ട് നമുക്ക്. 450 സാധനം ഇതാണെങ്കിൽ 2000 സാർ അഡ്വാൻസ് പേയ്മെൻ്റ് ആണേ, ഗൂഗിൾ പേ ചെയ്താൽ മതി. ചെയ്യാം, ഗൂഗിൾ പേ ഒക്കെ ചെയ്യാം. സാറേ പേയ്മെന്റ് കഴിഞ്ഞിട്ട് സ്ക്രീൻഷോട്ട് ഇട്ടേക്കണേ, കൂടെ അഡ്രസ്സും കൂടി ഇരുന്ന് ഇട്ടേക്കണം കേട്ടാ. അയ്യോ, വീട്ടിലോട്ടൊന്നും വേണ്ട, അത് ശരിയല്ല. പിന്നെ നിങ്ങളുടെ സ്ഥലം എവിടെയാണ്? ഇത് ചേർത്തലയാണ്. ചേർത്തല എവിടെയാണ്? ഞാൻ വരാം, എനിക്ക് അടുത്തല്ലേ. ഓക്കെ സാർ, സാറിൻ്റെ ഇഷ്ടം പോലെ ചേർത്തലോട്ട് വന്നാൽ മതി. അതെ, എനിക്ക് ഒരു ദിവസത്തേക്ക് മതി. അയ്യോ സാർ, നമുക്ക് ഇവിടെ റെന്റിന് കൊടുക്കുകയല്ല, സാധനം വാങ്ങിക്കുകയാണ് ചെയ്യേണ്ടത്. ഞാൻ വളരെ മാന്യമായി ജീവിക്കുന്ന ഒരാളാണ്, എനിക്കിത് വീട്ടിൽ കൊണ്ടുപോകാനും പറ്റിയൊന്നുമില്ല. അല്ല സാർ, സാർ എന്താ ഉദ്ദേശിക്കുന്നത്? അല്ല, നിങ്ങൾ മറ്റേ സദാചാര വിരുദ്ധമായി ജീവിക്കുന്ന ആളുകളല്ലേ? വെച്ചിട്ട് പോണ നേരം പുരോഗി. സാൻഡ് പേപ്പർ നന്നായിട്ട് ഉരച്ച്. അതെ, നിങ്ങൾ ഫേസ്ബുക്കിൽ എന്ത് സ്റ്റോറിയാണ് കൊണ്ടിട്ടേക്കണത്? പ്രിയങ്കുർത്തിയുടെ പുതിയ ഡിസൈൻ, പുതിയ മറ്റേ ഗൗണ്. അല്ലാണ്ട് എന്നെ ഓടണമെന്ന് പറഞ്ഞല്ലേ ഇട്ടേക്കണത്? എന്തുവാടി നീ പറയുന്നേ? അയ്യോ, ഒരു ഞരമ്പൻ എന്നെ വിളിച്ചിട്ട് ഇപ്പൊ ചോദിച്ചുള്ളൂ ഒരു ദിവസത്തേക്ക് എത്രയാ റേറ്റ് എന്ന്. ദേ വിളിക്കണം, പറഞ്ഞത് ആവിടത്തില്ല. സ്പീക്കർ റെഡി. ഡിലീറ്റ് ചെയ്യ മനുഷ്യ ഫോൺ എടുത്തത്. ഡിലീറ്റ്